നമസ്കാരം ഗൈസ്. ഇപ്പോൾ നമ്മളുള്ളത് കൊളറാഡോയിലെ ഡെൻവർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അടുത്ത ലോഡുമായിട്ട് നമുക്ക് പോകേണ്ടത് ഇല്ലിനോയ് സ്റ്റേറ്റിലെ ഷിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ലോഡ് നോർമൽ ലോഡുകളെക്കാളും അത്യാവശ്യം ഹൈ വാല്യൂ ഉള്ള ലോഡാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്റ്റോപ്പുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് എടുത്ത ഇത്ര സമയത്തിനകത്ത് തന്നെ നമ്മൾ അവിടെ ചെന്നിരിക്കണം. ഷിപ്പിങ്ങിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോർ കിട്ടിയത്. ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് വൈകിട്ടായിരുന്നു ലോഡ് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക്. അയോവ സ്റ്റേറ്റിൽ നിന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിലേക്ക് കയറുന്ന ഒരു പാലമാണിത്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോഡ് അത്യാവശ്യം ഹൈ വാല്യൂ ഉള്ള ലോഡായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കേണ്ടി വന്നു. ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല വിശപ്പടിച്ചത്. അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരുന്ന നമ്മുടെ മുന്നിലേക്ക് വന്നത് കേരള സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആയ ബ്ലാക്ക് പെപ്പർ ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവരുടെ മെനുവിലെ ഊണിൻ്റെ പടം കണ്ടപ്പോഴേ നമ്മൾ ഉറപ്പിച്ചു ഇവിടുന്ന് തന്നെ ആവാം ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന്. അവരുടെ വെബ്സൈറ്റിൽ കണ്ട നമ്പറിൽ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ ട്രക്ക് പാർക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നമ്മുടെ ട്രക്ക് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പാർക്ക് ചെയ്തു. ഉച്ചയ്ക്ക് ഏകദേശം 2 മണി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു ബ്ലാക്ക് തീമിലായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. നാട്ടിലെ അത്യാവശ്യം എല്ലാ ഐറ്റംസും മെനുവിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്ന് നല്ല കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ വെൽക്കം സ്നാക്ക് എന്ന പോലെ ഉപ്പേരി എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്തത് നാടൻ ഊണും ബീഫ് ഫ്രൈയും, സരൂപ് ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയുമായിരുന്നു. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ച് വണ്ടി അവിടെ തന്നെ ഒതുക്കി. വൈകിട്ടും ഞങ്ങൾ അവിടുന്ന് തന്നെയായിരുന്നു കഴിച്ചത്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പൊറോട്ടയും മീൻകറിയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു അതിനും. അങ്ങനെ രാവിലെ 4:30 തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി. അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ടൈസന്റെ പ്ലാന്റിലേക്കാണ്. ട്രക്ക് ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാത്രി തന്നെയായിരിക്കും. അത്യാവശ്യം ട്രാഫിക് ഒന്നുമില്ലാതെ ബിസി ആയിട്ടുള്ള സിറ്റികളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോവാം.
അങ്ങനെ വന്ന ഉടനെ തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം ഫോണിൽ കൂടെയാണ്. നമ്മൾ ഡയറക്റ്റ് ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെക്ക് ഇൻ ചെയ്യുന്ന ഫോണിലേക്ക് തന്നെ ഏത് ഡോറിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ള മെസ്സേജ് ഉൾപ്പെടെയാണ് വരുന്നത്. അങ്ങനെ ലോഡൊക്കെ കിട്ടി. ഇനി നമുക്ക് ലോക്ക് ഇട്ടിട്ട് പേപ്പർ വർക്കിന് വേണ്ടി ഓഫീസിലേക്ക് പോകണം. ഈ ലോഡുമായിട്ട് നമുക്ക് പോകേണ്ടത് ജോർജിയ സ്റ്റേറ്റിലെ അറ്റ്ലാന്റ എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. ഈ ലോഡ് നമുക്ക് അത്യാവശ്യം സമയമുള്ള ലോഡാണ്. ഇത് തിങ്കളാഴ്ച വൈകിട്ടത്തിന് മുന്നേ അവിടെ ഇറക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ പോകുന്ന വഴി നമ്മുടെ കസിൻ്റെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അവർ ഇന്ത്യാനയിലാണുള്ളത്. അങ്ങനെ നമ്മുടെ പേപ്പർ വർക്കുകളൊക്കെ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ട്രക്കിൻ്റെ വെയിറ്റ് നോക്കുന്ന പരിപാടിയാണ്. നമ്മളെപ്പോൾ ഒരു ലോഡ് എടുത്താലും അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ കയറി തന്നെ നമ്മളത് സ്കെയിൽ ചെയ്തിരിക്കണം. അതല്ലാതെ നമ്മൾ നേരെ DOTയുടെ വെയിങ് സ്കെയിലിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ റോഡിന് മുകളിൽ കാണുന്ന ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങിനകത്ത് അത്യാവശ്യം റെസ്റ്റ് റൂമുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് കേട്ടോ. ഈ ഹൈവേന്ന് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്ത്യാന സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. ഡീസലും അടിച്ച് അത്യാവശ്യം ഒന്ന് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ലൗസിലേക്ക് നിർത്തി. നമ്മുടെ ഷവറിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചുമ്മാ അതുവഴി കറങ്ങി നടന്നപ്പോഴാണ് നാഫ് നാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ടൈപ്പ് ഒരു ഫുഡ് കോർട്ട് നമ്മൾ കണ്ടത്. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ചിക്കനും ബീഫുമായിട്ടുള്ളൊരു കോംബോ ഐറ്റമായിരുന്നു. ആദ്യം അവർ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുന്നത് ഹമ്മൂസാണ്. അത് 2 ടൈപ്പ് വരുന്നുണ്ട്, സ്പൈസിയും റെഗുലറും. പിന്നെ നമുക്ക് ലെറ്റസ് സെലക്ട് ചെയ്യാം. അതുകൂടാതെ റൈസ്, പിന്നെ വെജിറ്റബിൾസും മീറ്റും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം.
മിഡിൽ ഈസ്റ്റ് ടൈപ്പ് ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സെലക്ഷനാണ് ഈ നാഫ് നാഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.